ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് പൂർത്തിയായി. വൈകിട്ട് 6 വരെ രേഖപ്പെടുത്തിയത് 57.7% പോളിംഗ്. ബിജെപിക്ക് മുൻതൂക്കം പ്രവചിച്ചുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളും പിന്നാലെ പുറത്തുവന്നു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ശരത് ലാലും ന്യൂസ് ഡെസ്കിൽ നിന്നും ശ്രീജിത്ത് ബാലകൃഷ്ണനുമാണ് ചേരുന്നത്. ആദ്യം ശരത് ലാലിലേക്കാണ്. ശരത് ലാൽ, വളരെ സംഭവബഹുലമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം, ഒരുപാട് കാര്യങ്ങൾ ചർച്ചയായി വന്നു. അതിനൊടുവിൽ ഇപ്പോൾ ഡൽഹി പോളിംഗ് ബൂത്തിലേക്ക് എത്തി. പോളിംഗും പൂർത്തിയായിരിക്കുകയാണ്. ഇന്ന് നടന്ന പോളിംഗ് ഏത് രീതിയിലായിരുന്നു ഡൽഹിയിൽ പുരോഗമിച്ചത്? അതിനിടെ ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിക്കുകയും ചെയ്തു. അതൊക്കെ ഏത് രീതിയിൽ ഇന്ന് ഈ ഒരു സമയത്ത് വിശകലനം ചെയ്യാം? സ്വാതി, പോളിംഗ് ശതമാനം നമ്മൾ 6 മണിയുള്ള പോളിംഗ് ശതമാനം 57.85% പോളിംഗ് ഉയർന്നിട്ടുണ്ട്. അല്പസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്ഡേറ്റ് ചെയ്ത കണക്കാണിത്. ഇതുപോലെ തന്നെ പോളിംഗിലുണ്ടാകുന്ന ഒരു വ്യത്യാസം, പോളിംഗിലുണ്ടാകുന്ന ഒരു ഉയർച്ച 2020-നേക്കാൾ 4.3% കൂടുതൽ പോളിംഗ് കൂടുതലാണ് 6 മണിയാകുന്ന സമയത്ത് എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്നാൽ ഇത് കാണിക്കുന്നത് ഇപ്പോൾ ഡൽഹിയിൽ സാമാന്യം ഭേദപ്പെട്ട പോളിംഗ് നടന്നു. പോളിംഗ് നടന്നത് ഗ്രാമീണ മേഖലയും അതേപോലെ ജാട്ട് ന്യൂനപക്ഷ മേഖലകളുമാണ്. ഉത്തർപ്രദേശിനോടും ഹരിയാനയോടും അടുത്തു കിടക്കുന്ന അതിർത്തി പ്രദേശങ്ങളും പോളിംഗ് വളരെ കൂടുതലായി ഉയർന്നു. എന്നാൽ മധ്യ ഡൽഹിയിൽ, അതായത് സമ്പന്നരും അതുപോലെ ഇടത്തരക്കാർക്ക് മുൻതൂക്കമുള്ള മധ്യ ഡൽഹിയിൽ കരോൾ ബാഗ് അതുപോലെ ന്യൂഡൽഹി എന്നിവിടങ്ങളിൽ പോളിംഗ് കുറഞ്ഞു. കരോൾ ബാഗിലാണ് ഏറ്റവും കുറഞ്ഞ പോളിംഗ്. ഇതൊക്കെ കാണിക്കുന്ന ഒരു കാര്യം എന്നാൽ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം, അതായത് കെജ്രിവാളിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇടത്തരക്കാരും അതുപോലെ തന്നെ ഒരു സവർണ വിഭാഗത്തിലുള്ള സമ്പന്ന വിഭാഗത്തിലുമുള്ള വ്യക്തികൾ കഴിഞ്ഞ തവണത്തെ അത്ര ഉത്സാഹത്തോടെ വോട്ടിങ്ങിൽ പങ്കെടുത്തില്ല. ന്യൂനപക്ഷ മേഖലകളിലും അതേപോലെ ജാട്ട്, അതേപോലെ തന്നെ അതിർത്തി പ്രദേശങ്ങൾ, UP പൂർവാഞ്ചലീസ് എന്ന് പറയുന്ന പ്രദേശങ്ങളുമാണ് വോട്ടിങ്. ഈ വോട്ടിങ്ങിലാണ് BJP പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. അത്തരമൊരു വോട്ടിംഗ് നടന്നു എന്നതിനെയാണ് BJP പോൾ വിലയിരുത്തുമ്പോൾ കണക്കാക്കുന്നതും. അതുകൊണ്ട് തന്നെ BJP ഇതിൽ വലിയ പ്രതീക്ഷ വെക്കുന്നു. രാവിലെ പോളിംഗ് ആരംഭിച്ചത് തന്നെ മന്ദഗതിയിലായിരുന്നു. നല്ല തണുപ്പുള്ളത് കൊണ്ടാവാം പോളിംഗ് മന്ദഗതിയിലായത് എന്ന് കരുതിയവരുണ്ടാവും. എന്നാൽ ഉച്ചയോടുകൂടി പോളിംഗ് സ്റ്റേഷനിൽ നീണ്ട നിരകൾ രൂപപ്പെട്ടു. പ്രത്യേകിച്ചും വെസ്റ്റ് ഡൽഹി, അതേപോലെ ഈസ്റ്റ് ഡൽഹി എന്നീ മേഖലകളിലും അതേപോലെ ഈ അതിർത്തി പ്രദേശങ്ങളിലും നീണ്ട നിര വൈകിട്ട് 5 മണിക്ക് വരെ 5 മണി കഴിഞ്ഞ ശേഷവും തുടർന്നിരുന്നു. ഇതൊക്കെ കാണിക്കുന്നത് ഉത്തര UPയോട് അടുത്തുള്ള പൂർവാഞ്ചലീസ്, അതുപോലെ ഹരിയാനയുടെ അടുത്തുള്ള സ്ഥലങ്ങൾ എന്നിവയിൽ നിന്നുള്ള അടുപ്പമുള്ള കൂടുതൽ വോട്ട് ചെയ്തു എന്നുള്ളതാണ്. ഇത് ന്യൂനപക്ഷ മേഖലയിലും അതേപോലെ തന്നെ നല്ല വോട്ടിംഗ് ശതമാനം ഉയർന്നു. ഇതൊക്കെ കാണിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ, അതായത് പ്രചരണ രംഗത്തുണ്ടായ ഈ ഉണർവും ഉത്സാഹവും വോട്ടിങ്ങിൽ പ്രതിഫലിച്ചു എന്ന് വേണം. ഏകദേശം 2015 വോട്ടിംഗ് ശതമാനത്തിലേക്ക് ഡൽഹിയിലെ പോളിംഗ് എത്തും. 2015 ഡൽഹിയിൽ വോട്ടിംഗ് ശതമാനം 67.8% ആ രീതിയിലേക്ക് വോട്ടിംഗ് ശതമാനം രാത്രി 10 മണിയോടെ പൂർണ്ണ രൂപത്തിൽ എത്തുമെന്നാണ് രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും കണക്കാക്കുന്നത്. ഈ ഇത്തരം ഒരു വോട്ടിംഗ് ശതമാനം ഉയർന്നിരിക്കുന്നത് BJPക്ക് അനുകൂലമാവുന്നൊരു സ്ഥിതിവിശേഷം എന്നാണ് BJP കണക്കൂട്ടുന്നത്. കാരണം പൂർവാഞ്ചലിലും അതുപോലെ തന്നെ അതിർത്തി പ്രദേശങ്ങളും ഹരിയാനയും പ്രദേശങ്ങളിലും ഒക്കെ വോട്ടിംഗ് ശതമാനം കൂടി. അതേപോലെ തിലക് നഗർ അടക്കമുള്ള പഞ്ചാബി സിഖുകാർക്ക് ഭൂരിപക്ഷമുള്ള തിലക് നഗർ അടക്കമുള്ള മേഖലകളിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞു. ഈ കാര്യങ്ങൾ അതേസമയം മലയാളികളും സൗത്ത് ഇന്ത്യൻസും ഭൂരിപക്ഷം മയൂർ ബിഹാറിൽ ത്രിലോക്പുരിയിൽ വോട്ടിംഗ് ശതമാനം കൂടി. സ്വാഭാവികമായിട്ട് ഇതൊക്കെ കാണിക്കുന്നത് BJPക്ക് തമ്മിൽ പ്രതീക്ഷ വളരെ കൂടുന്നു എന്നുള്ളതാണ്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ നിർണായക തെരഞ്ഞെടുപ്പിൽ കാലിടറുമോ എന്നാണ് നമുക്കിപ്പോൾ കണ്ടറിയേണ്ടത്. ശനിയാഴ്ച വോട്ടെണ്ണൽ തുടങ്ങുമ്പോൾ എക്സിറ്റ് പോളുകൾ BJPക്ക് മുൻതൂക്കം നൽകുന്നുണ്ടെങ്കിലും യഥാർത്ഥ വോട്ടെണ്ണൽ വരുമ്പോൾ അതായിരിക്കും യഥാർത്ഥ സ്ഥിതി എന്ന് നമുക്ക് പറയേണ്ടി വരും. സ്വാതി. അതെ, അതുതന്നെയാണ്. ഇനി ശനിയാഴ്ച തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ എന്താണ് യഥാർത്ഥ വിധി എന്നറിയാനായിട്ട് സാധിക്കും. ശ്രീജിത്ത് ബാലകൃഷ്ണൻ കൂടി ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുകയാണ് എക്സിറ്റ് പോളിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി. ശ്രീജിത്ത് ബാലകൃഷ്ണൻ, എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നിരിക്കുകയാണ്. അതിൽ പലതും പറയുന്നത് BJPക്ക് മുൻതൂക്കം എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഒറ്റുനോക്കുകയും ചെയ്യുകയാണ്. കാരണം കഴിഞ്ഞ 25 വർഷമായി അവിടെ BJPക്ക് ഒരു ഭരണത്തിലേറാനായിട്ട് സാധിച്ചിട്ടില്ല. എന്നാൽ കഴിഞ്ഞ 3 വർഷമായി തുടർച്ചയായി കേന്ദ്രത്തിൽ BJP ഭരണത്തിലേറുകയും ചെയ്യുന്നു. ഇപ്രാവശ്യം അതിനൊരു മാറ്റം വരും എന്നാണോ ഈ ഒരു എക്സിറ്റ് പോൾ ഫലത്തിലൂടെ നമുക്ക് സൂചിപ്പിക്കുന്നത്?
സ്വാതി, തീർച്ചയായും എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്തായാലും ബി ജെ പിക്ക് വലിയ മേൽക്കൈ നൽകുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. ഏതാണ്ട് 8ഓളം ഏജൻസികൾ വലിയ രൂപത്തിലുള്ള എക്സിറ്റ് പോൾ സർവേകൾ നടത്തി കഴിഞ്ഞു ഡൽഹിയിൽ. എന്തായാലും ഈ 8 എക്സിറ്റ് പോൾ ഫലങ്ങളിലും ഏതാണ്ട് 36 സീറ്റുകൾ മാത്രമാണ് ഡൽഹിയിൽ അധികാരം പിടിക്കാൻ ആർക്കായാലും വേണ്ടത്. ബി ജെ പി ആയാലും ആം ആദ്മി പാർട്ടി ആയാലും കോൺഗ്രസ് ആയാലും ആർക്കായാലും 36 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിലേക്ക് വേണ്ടി വരുന്നത്. ആ 36 സീറ്റുകൾ എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പിക്ക് ഇപ്പോൾ ഏതാണ്ട് നിലവിൽ വന്നിട്ടുള്ള 7ഓളം ഏജൻസികൾ നൽകുന്ന ഫലങ്ങൾ പ്രകാരം ഏതാണ്ട് 40ഓളം സീറ്റുകൾ നേടി ബി ജെ പി അധികാരത്തിൽ. അതായത് ഒരു ശരാശരി കണക്കാണത്. 7 ഏജൻസികൾ ഏതാണ്ട് 35 മുതൽ 45 വരെ സീറ്റുകൾ ബി ജെ പിക്ക് പ്രവചിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് JVC, മെട്രൈസ് അടക്കമുള്ള പീപ്പിൾസ് ഇൻസൈറ്റ് അടക്കമുള്ള ഏജൻസികൾ. അതിൽ സാധാരണഗതിയിൽ ചാണക്യ സ്ട്രാറ്റജീസ് കഴിഞ്ഞൊരു 15 വർഷക്കാലമായി ഇന്ത്യയിലെ എല്ലാവർക്കും അറിയാവുന്ന ഏജൻസിയാണ്. അവരടക്കം 44 സീറ്റുകൾ വരെ ബി ജെ പിക്ക്, അതായത് 39 സീറ്റുകൾ മുതൽ 44 സീറ്റുകൾ വരെ ചാണക്യ പറയുന്നുണ്ട് ബി ജെ പിക്ക്. PMark 49 സീറ്റുകൾ വരെ ബി ജെ പിക്ക് പ്രവചിക്കുന്നുണ്ട്. പോൾ ഡയറി 50 സീറ്റുകൾ, അതായത് പോൾ ഡയറിയും പീപ്പിൾസ് പൾസുമാണ് 50 സീറ്റുകൾക്ക് മുകളിലേക്ക് ബി ജെ പിക്ക് പ്രവചിക്കുന്നത്. ഈ രൂപത്തിൽ ഏതാണ്ട് എല്ലാ ഏജൻസികളും അതിൽ ഏതാണ്ട് 1-2 ഏജൻസികൾ മാത്രമാണ് ഒരു നേരിയ മുൻതൂക്കം മാത്രം പറയുന്നത്. മറ്റെല്ലാ ഏജൻസികളും ബി ജെ പിക്ക് വലിയ രൂപത്തിലുള്ള മെജോറിറ്റി, അതായത് 36-അപ്പുറത്തേക്ക് 40-അപ്പുറത്തേക്ക് ഏതാണ്ട് 45 സീറ്റുകളിലേക്ക് ബി ജെ പി നേടും എന്ന രൂപത്തിൽ പ്രവചിക്കുന്ന ഏജൻസികളാണ് JVCയും മെട്രൈസും പീപ്പിൾസ് പൾസും പീപ്പിൾസ് ഇൻസൈറ്റും അടക്കമുള്ള PMark അടക്കമുള്ള ഏജൻസികൾ, ചാണക്യ അടക്കമുള്ള ഏജൻസികൾ. എല്ലാവരും ഏറെക്കുറെ 45 സീറ്റുകൾ വരെ, ശരാശരി 45 സീറ്റുകൾ വരെ ബി ജെ പിക്ക് പ്രവചിക്കുന്നുണ്ട്. അത് ബി ജെ പി ഏതാണ്ട് അധികാരത്തിലെത്തും എന്നൊരു പ്രവചനത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നേരെ മറിച്ച് ആം ആദ്മി പാർട്ടി അവർ പ്രതീക്ഷിച്ചിരുന്നതും പറഞ്ഞിരുന്നതും ഞങ്ങൾ കേവല ഭൂരിപക്ഷം കടക്കും എന്നൊരു പ്രതീക്ഷ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവർ പങ്കുവച്ചിരുന്നു. പക്ഷേ ആ കേവല ഭൂരിപക്ഷം എന്നുള്ളത്, അതായത് 36 സീറ്റുകൾ എന്നുള്ളത് ഒരുപക്ഷെ ഈ ഒരു ഏജൻസിയും കേവല ഭൂരിപക്ഷം കടന്ന് ആം ആദ്മി പാർട്ടിക്ക് പ്രവചിക്കുന്നില്ല. അതിൽ മെട്രൈസ് ഒരു 32 മുതൽ 37 വരെ പ്രവചിക്കുന്നുണ്ട്. നേരെ മറിച്ച് അവിടെ കോൺഗ്രസിന് ഒരു സീറ്റ് പ്രവചിക്കുന്നുണ്ട്. അത് അവർ മാത്രമാണ് ഒരുപക്ഷെ കോൺഗ്രസിന് അധികാരത്തിലെത്താൻ കഴിയും എന്നുള്ളതിന്റെ ഒരു നേരിയ സൂചന പ്രവചിക്കുന്നു. അതോടൊപ്പം തന്നെ വി പ്രിസൈഡ് എന്ന് പറയുന്ന ഒരു ഏജൻസി കൂടി പറയുന്നുണ്ട് കോൺഗ്രസിന് ഒരു മേൽക്കൈ. അവർ താരതമ്യേന പുതുമുഖങ്ങളാണ് ആ ഏജൻസി കൂടി കോൺഗ്രസിന് അധികാരത്തിലെത്താൻ കഴിയുമെന്നൊരു സൂചന മാത്രമാണ് ആം ആദ്മി പാർട്ടിക്ക് അധികാരത്തിലെത്താൻ കഴിയുമെന്നൊരു സൂചന മാത്രമാണ് നൽകുന്നത്. അതും 36 സീറ്റുകൾ അല്ലെങ്കിൽ 37 സീറ്റുകൾ എന്ന് മാത്രമാണ് പ്രവചിക്കുന്നത്. ആ 37 സീറ്റുകൾ ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് അത്ര സുരക്ഷിതമല്ല എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ രാഷ്ട്രീയ സമവാക്യങ്ങളുടെ മാറ്റം നൽകുന്ന സൂചന. കാരണം ആം ആദ്മി പാർട്ടിയിൽ നിന്ന് 8ഓളം MLA മാർ അതിൽ 7 പേർക്ക് സീറ്റില്ല. എന്നിരുന്നാൽ പോലും അവർക്കറിയാം ആം ആദ്മി പാർട്ടി ഒരുപക്ഷെ അധികാരത്തിൽ എത്താൻ പോകുന്നില്ല, ഞങ്ങൾ നിൽക്കേണ്ടത് ബി ജെ പിക്കൊപ്പമാണെന്നുള്ളത്. അവർ 8 പേർ മാറുന്നു എന്നുള്ളത് ആം ആദ്മി പോലൊരു പാർട്ടിയെ സംബന്ധിച്ച്, അവർ തന്നെ കേഡർ എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ച് ആ 8 പേർ മാറുന്നത് ആ തെരഞ്ഞെടുപ്പിന്റെ സൂചനയായിരുന്നു, വോട്ടിംഗ് പാറ്റേണിന്റെ സൂചനയായിരുന്നു. നേരത്തെ ഡൽഹിയിൽ നിന്ന് ശരത്ത് പറഞ്ഞ പോലെ പൂർവാഞ്ചൽ അടക്കമുള്ള ഹരിയാന ബോർഡർ, ഉത്തർപ്രദേശ് ബോർഡർ, അതായത് ബി ജെ പിക്ക് ഇപ്പോൾ വലിയ സ്വാധീനമുള്ള മേഖലകൾ, ഹരിയാന, ഉത്തർപ്രദേശ്, പൂർവാഞ്ചൽ മൊത്തമായി ഏതാണ്ട് മുഴുവൻ കണക്കെടുത്താൽ ആ മേഖല മുഴുവൻ വലിയ രൂപത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് സെൻട്രൽ ഡൽഹിയിൽ നിന്ന് മാറി ആ ബി ജെ പിക്ക് വലിയ സ്വാധീനമുള്ള ഉത്തർപ്രദേശിനോട് ചേർന്നുള്ള, ഹരിയാനയോട് ചേർന്നുള്ള മേഖലകളിൽ വലിയ രൂപത്തിൽ പോളിംഗ് നടന്നിട്ടുണ്ട്. ആ പോളിംഗ് ബി ജെ പിക്ക് അനുകൂലമായി മാറും എന്നാണ് ഒരുപക്ഷെ. അത് തന്നെയാണ് ശ്രീജിത്ത് ബാലകൃഷ്ണൻ. എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായി തന്നെയാണ് വന്നിരിക്കുന്നത്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് പൂർത്തിയായിരിക്കുന്നു. വൈകിട്ട് 6 വരെ രേഖപ്പെടുത്തിയത് 57.85% പോളിംഗ് ആണ്. ബി ജെ പിക്ക് മുൻതൂക്കം പ്രവചിച്ചുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളും പിന്നാലെ പുറത്തു വന്നിരിക്കുകയാണ്. ആ വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്നും ശരത് ലാലും ന്യൂസ് ഡെസ്കിൽ നിന്നും ശ്രീജിത്ത് ബാലകൃഷ്ണനും നൽകിയത്.